ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 കീം യൂണിറ്റ് 1 MCQs ആണ്. അതായത് ഒരു കമ്പൈൻഡ് MCQ ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 1-ൽ നിന്നും എല്ലാ പോർഷൻസും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് നമ്മളൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു MCQ മാരത്തോണിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ യൂണിറ്റ് 1-ലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, the science deals with the study of non-living things. Non-living things എന്ന non-living things നെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു സയൻസിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ സയൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ സയൻസ്, ഫോർമുല സയൻസ്, ബയോളജിക്കൽ സയൻസ്, ഫണ്ടമെന്റൽ സയൻസ്. നമുക്കറിയാം ഓപ്ഷൻ എ is the right answer. It is known as physical science. The physical science which deals with the study of non-living things. Okay, physical science ആണ് right answer. Option A is the right answer. Who gave the theory of relativity? Theory of relativity നമുക്ക് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്? It is option C is the right answer. Albert Einstein. അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് നമുക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരിക്കുന്നത്. രണ്ട് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസുകൾ തമ്മിൽ, അതായത് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയും ജനറൽ റിലേറ്റിവിറ്റിയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. Father of experimental physics. Who is the father of experimental physics? ആരാണ്? It is option D, Galileo. Galileo എന്ന് പറയുന്നത് father of experimental science ആണ്. ഒരു experimental science-ന്റെ father ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം it is Galileo. Option D ആണ് right answer. Microscopic phenomenon is explained in. മൈക്രോസ്കോപ്പിക് നമ്മൾ പഠിച്ചിരുന്നോ? ഫിസിക്കലിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയിരുന്നു. മൈക്രോസ്കോപ്പിക് ഫിസിക്സ്, മാക്രോസ്കോപ്പിക് ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്ലെയിനിങ് ദി ക്വാണ്ടം തിയറി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറി എന്താ ഡീൽ ചെയ്യുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ നേച്ചർ അറ്റ് സ്കെയിൽസ് ഓഫ് ആറ്റംസ് ആൻഡ് സബാറ്റോമിക് പാർട്ടിക്കിൾസ്. ആറ്റംസ് ആൻഡ് സബാറ്റോമിക് പാർട്ടിക്കിളിന്റെ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഡീൽ ചെയ്യുന്നത് ഏതാണ്? ക്വാണ്ടം തിയറി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫിസിക്സ് ഈസ് കൺസിഡേർഡ് ആസ്. ഫിസിക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻസ് ഡിറൈവ്ഡ് സയൻസ്, അപ്ലൈഡ് സയൻസ്, നാച്ചുറൽ സയൻസ്, സൊല്യൂഷൻ സയൻസ്. ഇറ്റ് ഈസ് നാച്ചുറൽ സയൻസ്. ഫിസിക്സ് ഈസ് കൺസിഡേർഡ് ആസ് നാച്ചുറൽ സയൻസ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ സയൻസ് ഓഫ് മാറ്റർ ആണ്. ഇൻവോൾവിംഗ് ദ സ്റ്റഡി ഓഫ് മാറ്റർ, ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, മോഷൻ, ബിഹേവിയർ ത്രൂ സ്പേസ് ടൈം എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ സയൻസ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, which of the following physical quantities has same unit in all the three system of unit? നമ്മൾ പഠിച്ചിരുന്നു. CKS സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ MKS സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു, CGS സിസ്റ്റം, MKS സിസ്റ്റം, ഫുഡ്, പൗണ്ട്, സെക്കൻഡ്സ്. ഓക്കെ, FPS ഈ മൂന്ന് സിസ്റ്റം നമ്മൾ പഠിച്ചിരുന്നു. ഇതിലെല്ലാത്തിലും സെയിം യൂണിറ്റ് അത് ഏതിലായിരുന്നു? ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ടൈം അല്ലെ? സെക്കൻഡ്സ് എന്നാണ് നമ്മൾ എല്ലാത്തിലും. CGS അല്ലെ? CGS അതിൽ എസ് എന്താണ്? ടൈം. അതുപോലെ തന്നെ MKS അതിലെന്താണ്? എസ് എന്ന് പറയുന്നത് ടൈം. അഗൈൻ ഫുഡ്, പൗണ്ട്, എസ് അവിടെയും എന്താണ്? എസ് ടൈം. അപ്പൊ മൂന്നിലും നമുക്ക് സെയിം ഏതാ വരുന്നത്? ടൈമിനാണ് അല്ലെ? സെയിം യൂണിറ്റ് വരുന്നത് ഏതിനാണ്? ടൈമാണ്. Which of the following system of unit is not based on unit of mass, length and time? നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ യൂണിറ്റ്, അതായത് മാസ്, ലെങ്ത്, ടൈം ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലാത്ത യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം CGS എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്സ്. FPS എന്ന് പറഞ്ഞാൽ ഫുഡ്, പൗണ്ട്, സെക്കൻഡ്സ്. MKS എന്ന് പറഞ്ഞാൽ MKS എന്താണ്? മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്സ് ആണ്. SI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ? സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു മാസ് അല്ലെങ്കിൽ ലെങ്ത്, ടൈമിനെ ബേസ് ചെയ്തിട്ട് അല്ലാതെ ഒരു യൂണിറ്റ്, സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. Which year was declared as International Year of Physics? International Year of Physics എന്ന് പറയുന്നത് ഏത് ഇയർ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? It is 2005 ആണ്. 2005 is the International Year of Physics. Which of the following is not unit of length? ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? Angstrom, Fermi, Barn, Parser. Option C is the right answer. Barn is not a unit of length. Barn എന്ന് പറയുന്നത് lengthന്റെ യൂണിറ്റ് അല്ല.
നോക്കൂ, ആങ്സ്ട്രോം എന്ന് പറയുന്നത് എന്താണ്? ആങ്സ്ട്രോം യൂണിറ്റ്, അതായത് 10⁻⁻10 മീറ്റർ ആണ് അല്ലെ, അത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ഫെർമി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂണിറ്റ് ഓഫ് യൂസ്ഡ് ടു മെഷർ സ്മോൾ ഡിസ്റ്റൻസ് അല്ലെ, ന്യൂക്ലിയർ ഫിസിക്സിൽ വരുന്ന സ്മോൾ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറയുന്നത്. 1 ഫെർമി എന്ന് പറയുന്നത് 1 × 10⁻⁻15 മീറ്റർ ആണ്. പാർസെക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഇയറുകളുടെ ഡിസ്റ്റൻസ് ആണ്, 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്, അതായത് ഇറ്റ് ഈസ് 1/36 ഓഫ് എ ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ വരുന്ന ഓപ്ഷൻ സി എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ഒരു യൂണിറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് മാസ്? മാസിനെ ബേസ് ചെയ്തിട്ട് ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ദാറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടി ആണ്. SI unit of mass is kilogram. That is also a right statement. മാസിന്റെ SI unit എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. The mass of an atom is expressed in U. അല്ലേ, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് 1 atomic unit എന്നുള്ള രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. It depends upon the temperature, pressure or location of the object. That is a wrong statement. അല്ലെ, നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറോ പ്രഷറോ ലൊക്കേഷനോ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 1 unified atomic mass or 1 U which is equal to 1 unified atomic mass which is equal to 1.66 into 10⁻⁻27 kilogram. അല്ലെ, നമ്മുടെ ഒരു ആറ്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കാർബൺ ആറ്റത്തിന്റെ 1/12 ഓഫ് കാർബൺ യൂണിറ്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന ബേസിക് 1 അറ്റോമിക് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1.6 into 10⁻⁻27 kilogram ആണ്. The mean length of an object is 5 cm. Which of the following measurement is most accurate? ഒരു ഒബ്ജക്റ്റിന്റെ മീൻ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഏതാണെന്ന് നോക്കാം. 4.805, 5.25, 5.4, 4.9. നമുക്കറിയാം, വാല്യൂസ് നോക്കുമ്പോൾ തന്നെ അറിയാം 4.9 is more accurate value. കാരണം കൂടുതൽ 5 ആയിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ വാല്യൂ ട്രൂ വാല്യൂ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന വാല്യൂ തമ്മിലുണ്ടാവുന്ന മിനിമം എറർ ഏതിനാണോ അതാണ് നമുക്ക് കൂടുതൽ അക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, ആ ഒരു ഡെൽ I1 നമുക്ക് 0.1 ആണ് വരുന്നത്, ഇവിടെ 0.195 വരുന്നുണ്ട് ഡിഫറൻസ്, 2.25 ഇത് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മിനിമം ആയിട്ട് ഡിഫറൻസ് ഏതിനാണോ വരുന്നത് അതാണ് കൂടുതൽ അക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. A vernier caliper has the least count of. ഒരു വെർണിയർ കാലിപ്പറിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം വാല്യൂ, അതിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, 0.01 സെന്റിമീറ്റർ ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്മോളസ്റ്റ് വാല്യൂ ഒരു ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർണിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. ഒരു സ്പിറോമീറ്ററിന്റെ വരുന്നത് 0.001 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ക്യൂബ് ഹാസ് എ സൈഡ് ഓഫ് ലെങ്ത് 1.2 into 10⁻⁻2 മീറ്റർ. ഇറ്റ്സ് വോളിയം അപ് ടു ദ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ നമുക്കൊരു ലെങ്ത് തന്നിട്ടുണ്ട് ഒരു ക്യൂബിന്റെ, അതിന്റെ വോളിയം അതിന്റെ കറക്റ്റ് ആയിട്ട് സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബ്, നമുക്ക് ഒരു ക്യൂബുള്ള രീതിയിൽ ക്യൂബിക്കൽ ചേഞ്ച് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, എനിക്ക് 1.2 into 10⁻⁻2 into 1.2 into 10⁻⁻2 into 1.2 into 10⁻⁻2 ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ റൂൾ നമ്മൾ പറഞ്ഞിരുന്നു. മിനിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ പോയിന്റിന് ശേഷം മിനിമം ഏതിലാണോ വരുന്നത് അതായിരിക്കണം നമുക്ക് ഫൈനൽ ആൻസറിൽ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. ഓപ്ഷൻസ് നോക്കൂ, എ നോക്കണ്ട, ബി നോക്കൂ 1.73. നമുക്ക് 1.73 എടുക്കാൻ പറ്റുമോ? കാരണം പോയിന്റിന് ശേഷം ഒരെണ്ണേ ഉള്ളൂ ഡിജിറ്റ് എനിക്ക്. സോ 1.73 വരില്ല. അഗൈൻ 1.78 വരില്ല, 1.732 വരില്ല. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ടൈം ഇവിടെ നമുക്ക് കൺസ്യൂം ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം 1.7 ആണെന്നുള്ളത് നമുക്ക് എല്ലാത്തിലും അറിയാം. ഇവിടെ നമുക്ക് സപ്പോസ് 1.25 ആണെങ്കിൽ നമ്മൾ ഇവിടെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് കാൽക്കുലേഷന്റെ ആവശ്യം വരുന്നുണ്ട്. ഇവിടെ 1.2 into 10⁻⁻2 ആണ്. സോ 1.2 ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം നമ്മൾ പറഞ്ഞു 10th ആ ഒരു 10 പവർ എക്സ്പോണൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല, സിഗ്നിഫിക്കന്റ് ഫിഗറിൽ കൺസിഡർ ചെയ്യാറില്ല, ഡിജിറ്റ് മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ 1.2 into 1.2 into 1.2 ആൻസർ എത്ര തന്നെ ആയാലും നമ്മൾ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ്
നമ്മളിവിടെ സോൾവ് ചെയ്തിരിക്കുന്നതാണ് 1.2 1.728 ആണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പൊ നമുക്ക് എന്താണ് ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി, കാരണം നമുക്ക് ഒരു വാല്യൂ നമുക്ക് ഇതിൽ വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, the radius of a sphere is 1.41 cm. Its volume to an appropriate number of significant figures is. Okay, 1.41 cm ആണ് നമുക്ക് കിട്ടുന്ന വോളിയം, അല്ല റേഡിയസ്. ഓക്കെ, അതിന്റെ വോളിയം ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലെ? റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ 1.41 ആണ്. ഓക്കെ, അപ്പൊ 4/3 πr³ ആണ്. സോൾവ് ചെയ്യുമ്പോൾ 11.736 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ കാര്യത്തിലാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ 6 നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സോ ഫൈനൽ ആൻസറിലും എനിക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ കേസസിലാണ്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസറിൽ റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ 2 ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തത്, the respective number of significant figures for the numbers. താഴെ തന്നിരിക്കുന്നതിന്റെ respective number of significant figures എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 6.320. ഈ 0 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും, കാരണം എൻഡിൽ വരുന്നതോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന സീറോസോ നമ്മൾ കൺസിഡർ ചെയ്യും. സോ നമുക്ക് ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നത്? 4. 6.032. ഇവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ വരും? അല്ലെങ്കിൽ ഈ 0 കൺസിഡർ ചെയ്യോ? അഗൈൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും. ഇവിടെ നമുക്ക് 4 വരും. കാരണം എന്താണ്? The 0 is in between two non-zero values. രണ്ട് non-zero valuesന് between ആയിട്ട് വരുന്ന 0 നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. Then ഇവിടെ നോക്കൂ, 0.006032. ഈ 3 0 നമ്മൾ കൺസിഡർ ചെയ്യോ? ഇല്ല, കാരണം ഈ ഒരു ഡിജിറ്റിന്റെ ബിഫോർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രിസീഡിംഗ് സീറോസ് ആണ്. സോ നമ്മൾ ഇത് 3 എണ്ണം കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഇവിടെ വരുന്ന 4 എണ്ണം ഈ 0 കൺസിഡർ ചെയ്യും. കാരണം എന്താണ്? രണ്ട് നോൺ സീറോയ്ക്ക് ബിറ്റ്വീൻ ആണ് ഈ 0 വന്നിരിക്കുന്നത്. സോ 6032. അപ്പൊ 4. അപ്പൊ നമുക്ക് ആൻസർ 444 ആണ്. Where is that? Okay, option C is the right answer. അല്ലേ? നമുക്ക് C ആണ് റൈറ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ. അപ്പൊ 4 4 4 എന്നുള്ളതാണ് നമുക്ക് വരുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, അതായത് നമുക്ക് യൂണിറ്റ് 1 നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് വരാം, അതുപോലെ തന്നെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ, ഈ രീതിയിലുള്ള എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു റേഡിയസ് തന്നിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലംസ്, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, which of the following is a dimensionless quantity? നമ്മൾ പറഞ്ഞു, അല്ലെ? ഒരു പർട്ടിക്കുലർ കുറച്ച് പർട്ടിക്കുലർ കാറ്റഗറിക്ക് നമുക്ക് ഡയമെൻഷൻസ് ഇല്ല എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഏതാണ്? It is option A is the right answer. Refractive index. Refractive indexന് ഡയമെൻഷൻസ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. What is the dimensional formula for strain? സ്ട്രെയിനിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഓക്കെ, അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഷ്യോ ഓഫ് ചേഞ്ചിങ് കോൺഫിഗറേഷൻ ടു ദ ഒറിജിനൽ കോൺഫിഗറേഷൻ. ഒറിജിനൽ കോൺഫിഗറേഷനിലും ആ ഒരു ചേഞ്ചിൽ വരുന്ന കോൺഫിഗറേഷനിൽ വരുന്ന ചേഞ്ച് തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ലൈക്ക് ക്വാണ്ടിറ്റീസ് ആണ്, അല്ലെ? കോൺഫിഗറേഷൻ ബൈ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ രണ്ട് ലൈക്ക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? പ്രത്യേകിച്ച് യൂണിറ്റും ഉണ്ടാവില്ല. യൂണിറ്റ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഡയമെൻഷൻസും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഡയമെൻഷൻസ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് എന്ത് പറയാം? M0, L0, T0 എന്ന് കൊടുക്കാം, കാരണം ഡയമെൻഷൻസ് ലെസ് ആണ്. ഓക്കെ, ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Which of the following pairs of physical quantities has the same dimensions? Same dimensions വരുന്ന physical quantities ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വർക്ക് ആൻഡ് പവർ, വർക്ക് ആൻഡ് എനർജി, ഫോഴ്സ് ആൻഡ് പവർ, മോർ ദാൻ വൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വർക്കിനും എനർജിക്കും സെയിം ഡയമെൻഷൻസ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ, ആ ഒരു ഇതാണ് നമുക്ക് വരുന്ന വർക്ക്. വർക്ക് ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഡി ആണ്. F എന്ന് പറയുന്നത് കോമ്പണന്റ് ഓഫ് ഫോഴ്സും ഡി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. W എന്ന് പറയുന്നത് വർക്ക് ആണ്. അപ്പൊ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഡയമെൻഷണൽ ഫോർമുല എന്താ വരുന്നത്? M മാസ് 1 വരുന്നുണ്ട്, L ലെങ്ത് 2, T -2 ആണ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പറയുന്നത്. അഗൈൻ ഇറ്റ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. സോ നമുക്ക് അതിന് വരുന്ന ഡയമെൻഷൻസ് എന്താണ് വരുന്നത്? M, L, L പവർ 2, T പവർ -2. സോ രണ്ടിന്റെയും ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടിന്റെയും ഡയമെൻഷൻസ്, വർക്കിന്റെയും എനർജിയുടെയും ഡയമെൻഷൻസ് നമുക്ക് സെയിം ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ.
താഴെ നമുക്ക് കുറച്ച് മെഷർമെന്റ്സ് അല്ലെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഏറ്റവും താഴെ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ലോവസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ നോക്കൂ, 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത് 10⁻10. 1 picometer is 10⁻12 and 1 centimeter എന്ന് പറയുന്നത് 10⁻2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏതാ വരേണ്ടത്? പൈക്കോമീറ്റർ ആണ്. കാരണം ഏറ്റവും സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10⁻12 ആണ്. സോ പൈക്കോമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് വരണം. ദെൻ -10 ഉണ്ട്. സോ ആങ്സ്ട്രോം എന്ന് പറയുന്നത് 2. ദെൻ നാനോമീറ്റർ എന്ന് പറയുന്നത് 3. ദെൻ ഹിയർ 4. അല്ലേ? അപ്പൊ എന്താ വരുന്ന ഓപ്ഷൻ? പൈക്കോമീറ്റർ, ആങ്സ്ട്രോം, നാനോമീറ്റർ, സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടെസ്ല ഈസ് യൂണിറ്റ് ഫോർ. ടെസ്ല എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻസ്: മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഇൻഡക്റ്റൻസ് ആൻഡ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ബി ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ടെസ്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെസ്ല എന്ന് പറയുന്നത് മെൻഷൻ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ആണ്. അതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 വെബർ പെർ മീറ്റർ സ്ക്വയർഡ്. അതായത് 1 വെബർ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ് 1 ടെസ്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെസ്ല ഇറ്റ് ഈസ് എ യൂണിറ്റ് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following is not a physical quantity? ഒരു physical quantity അല്ലാത്തത് ഏതാണ്? Length, time, electric current, kilogram. Kilogram എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് ആണ് അല്ലെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു യൂണിറ്റ് ആണ് കിലോഗ്രാം. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലാത്തത്. പവർ എന്ന് പറയുന്നത് എസ് യൂണിറ്റ് എന്താണ്? വാട്ട്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഫാരഡ്, ഇൻഡക്റ്റൻസ് ഹെൻറി, ഫോഴ്സ് ന്യൂട്ടൺ, മാസ് കിലോഗ്രാം, റെസിസ്റ്റൻസ് ഓം ആൻഡ് എനർജി വർക്ക് എന്ന് പറയുന്നത് ജൂൾ. The sum of the numbers 436.32, 227.2 and 0.301 in appropriate significant figure. Appropriate ആയിട്ട് significant figureൽ റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ആൻസർ സി ആണ്. ആൻസർ സി is the right answer. നോക്കൂ, നമ്പേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഇതൊക്കെയാണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 663.2821 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഡിജിറ്റ് ആണ് ഉള്ളത് നമുക്ക് അല്ലെ. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 6 ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമുക്ക് നോക്കൂ, ഏറ്റവും മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതിലാണ് വരുന്നത്? ഇതിലാണ് അല്ലെ. 1 2 3 4 ഇവിടെ വരുന്നുണ്ട് അല്ലെ. 1 ഡെസിമൽ പ്ലേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡെസിമൽ പ്ലേസിൽ നമുക്ക് 1 ആണ് വരുന്നത്. ഫൈനൽ ആൻസർ നമുക്ക് ഡെസിമൽ പ്ലേസ് ഈക്വൽ ടു 1ലേക്ക് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ 663.8ലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the number of significant figures of 0.05800. ഈ 0 നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ 4 ആണ് നമുക്ക് വരുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. The mass of a ball is measured by using a device which is equal to 4.237625. Round the mass of the ball to 4 significant figures. 4 significant figures ലേക്ക് മാസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? 4237 ഇത്രയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, again 6 എന്ന് പറയുന്നത് നമുക്ക് 5ന് എബവ് ആണ്. സോ 1 നമ്മൾ ആഡ് ചെയ്യണം. സോ 4.238 വരും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂണിറ്റ് 1 എന്നുള്ളൊരു MCQ മാരത്തോണിൽ യൂണിറ്റ് 1 ഫിസിക്സ് യൂണിറ്റ് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.